നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ട്രിപ്ഡ് വൈ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വൈ ബട്ടൺ ഹോളിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ ഒരു ചെയിൻ കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബേസിക് ലെവൽ ക്ലാസ്സസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. സ്ട്രിപ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പാരലലായിട്ട് 3 ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി വൈ സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ വൈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുകളിൽ നിന്ന് പഴയതുപോലെ തന്നെ ത്രെഡ് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് ആ മിഡിൽ ലൈനില്ലേ, ആ മിഡിൽ ലൈനിലേക്ക് ഒരു ലോങ് ചെയിൻ. ഇനി നേരെ താഴെ സ്ട്രെയിറ്റ് ആയിട്ട് ആ തേർഡ് ലൈനിൽ ഒരു ലോങ് ചെയിൻ. വീണ്ടും നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്റർ ലൈനിലേക്ക് വരിക. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് മുകളിലേക്ക് ഒരു സ്ലാൻറ്റിങ്. ഇനി നമ്മൾ വൈ സ്റ്റിച്ചിൽ എങ്ങനെയായിരുന്നു, അടുത്ത് താഴേക്കായിരുന്നു എടുക്കുന്നത്. അതായത് മിഡിൽ പോയിൻറ്റിലേക്ക് നമ്മൾ ലോങ് ചെയിൻ എടുക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നേരെ ഹോറിസോണ്ടലായിട്ട് മുകളിലത്തെ ലൈനിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ലോക്ക് സ്റ്റിച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വൈ സ്റ്റിച്ചിൽ ചെയ്ത പോലെ ഡയറക്റ്റ് നമുക്ക് താഴത്തെ ആ ഒരു മിഡിൽ ലൈനിലേക്ക് സ്ലാൻറ്റിങ് ആയിട്ടൊരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും ആ നീഡിലിനെ സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവരണം. ഇനി റൈറ്റ് സൈഡിൽ സ്ലാൻറ്റിങ് ആയിട്ട് മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച്. അതിനുശേഷം ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ വൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വൈ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നും പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഡ്രോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാതെ ഡയറക്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. ഓരോ വൈ സ്റ്റിച്ചിൻ്റെയും ഇടയിൽ നമ്മളൊരു ചെയിൻ ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഡ്രോയിങ്ങിൻ്റെ മുകളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതും ബോർഡർ ഡിസൈൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോണൊക്കെ വെച്ച് സിമ്പിൾ നെക്ക് ഡിസൈനായിട്ട് കാണിച്ചില്ലേ വൈ സ്റ്റിച്ചിനെ, അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ എൻഡ് നോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. എൻഡ് നോട്ട് എപ്പോഴും ആ ഒരു വൈ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. വൈയുടെ വൺ സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നും എൻഡ് നോട്ട് കൊടുക്കല്ല്. അതായത് ആ ഒരു തേർഡ് ലൈനിലോ അല്ലെങ്കിൽ മിഡിൽ ലൈനിലോ ഒന്നും എൻഡ് നോട്ട് കൊടുക്കല്ല്. മുകളിലത്തെ ലൈനിൽ തന്നെ എൻഡ് നോട്ട് കൊടുക്കണം. ഇനി സ്ട്രൈപ്ഡ് വൈ സ്റ്റിച്ചിൻ്റെ ഇൻവേർട്ടഡ് മെത്തേഡ് കാണിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ പാരലലായിട്ട് 3 ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ വൈ ടൈപ്പിൽ ഇൻവേർട്ടഡ് മെത്തേഡ് ചെയ്തില്ലേ, തിരിച്ചുള്ള മെത്തേഡ്, സെയിം അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിവിടെ ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. ഡ്രോ ചെയ്തിട്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇൻവേർട്ടഡ് മെത്തേഡിൽ വൈ നമ്മൾ തിരിച്ചാണ് ഡ്രോ ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈന് താഴത്തെ ലൈനിലാണ് വരുന്നത്. മുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഫസ്റ്റ് ലൈനിൽ നിന്നായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ലൈനിൽ നിന്നാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ പഴയതുപോലെ തന്നെ നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിലേക്ക് ഒരു ലോങ് ചെയിൻ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ, ലോങ് ചെയിൻ, ആ നീഡിലിനെ റിവേഴ്സ് സെൻറ്റർ പോയിൻറ്റിലേക്ക് കൊണ്ടുവരിക. ഇനി താഴേക്ക് സ്ലാൻറ്റിങ് ചെയിൻ സ്റ്റിച്ച്. ഇനി ഹോറിസോണ്ടലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും മുകളിലേക്ക് സ്ലാൻറ്റിങ് ലോങ് ചെയിൻ. നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡ് റിവേഴ്സ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിൻ്റെ മുകളിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ഇവിടെ എൻഡ് നോട്ട് നമ്മൾ താഴത്തെ ലൈനിലാണ് കൊടുക്കുന്നത്. സ്ട്രിപ്ഡ് വൈ ടൈപ്പിൽ ഇത് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഇൻവേർട്ടഡ് സെക്കൻഡ് മെത്തേഡ്. ഈ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രൈപ്ഡ് ഡബിൾ വൈ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 5 ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ 5 ലൈൻസിൽ ഏറ്റവും മുകളിലത്തതും അതുപോലെ ഏറ്റവും താഴത്തതും ഞാൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പാർട്ടില്ലേ, അവിടെ ഞാൻ ഡിസ്റ്റൻസ് കുറച്ചാണ് വരയ്ക്കുന്നത്. ആദ്യം ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ലാസ്റ്റിലത്തെ ആ ഒരു 3 ലൈനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ചിനെ പറ്റി ഇനി പറയണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് മെത്തേഡ് വിശദമായിട്ട് ചെയ്ത് കാണിച്ചതല്ലേ. അപ്പോൾ സ്റ്റിച്ച് ഞാൻ സ്പീഡിൽ ചെയ്ത് പോവാം.
ഇവിടെ നമുക്ക് ചെയിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടിയും കുറച്ചുമൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു വി വരുന്നില്ല, ആ ഒരു വിയുടെ വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കുറയ്ക്കാം. അതുപോലെ താഴോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അതിൻ്റെ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ താഴോട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഡിസ്റ്റൻസ് കുറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, മുകളിലുള്ള വയ്യും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വയ്യും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു താഴോട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഡിസ്റ്റൻസ് താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കുറവാണ്. അതുപോലെ ഹൊറിസോണ്ടൽ എടുക്കുന്ന ചെയിനും നമ്മൾ ഗ്യാപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഗ്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു ബീഡ്സ്, ഒരു ഷുഗർ ബീഡോ അല്ലെങ്കിൽ കട്ട് ബീഡോ ഒക്കെ 2 3 എണ്ണം ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് കൂട്ടിയെടുക്കണം. അതല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ മുകളിൽ സെയിം ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അതല്ല നമ്മൾ വേറെ കളറാണ് മുകളിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. എൻഡ് നോട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു ലെയറിനെ നമുക്ക് ഫിനിഷ് ചെയ്യണം. സ്ട്രിപ്ഡ് ഡബിൾ വൈ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് മെത്തേഡാണ് ഇതിന് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ മുകളിലത്തെ ലൈനും സ്റ്റാർട്ട് ചെയ്യണം. സെയിം നമ്മൾ വൈ ടൈപ്പ് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് ഇൻവേർട്ടഡ് വൈ ടൈപ്പ് ചെയ്ത അതേ മെത്തേഡ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു വൈയുടെ പോയിൻറ്റ് ഉള്ളിലായിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ തൊട്ടടുത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഡബിൾ വൈ ടൈപ്പിൽ നമ്മൾ താഴത്തെ ലെയറിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ വേണ്ട, ആ ഒരു താഴത്തെ ലെയറിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ താഴത്തെ ഹൊറിസോണ്ടൽ ലൈനിനോട് ചേർന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക, ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ച് കാണുമ്പോൾ അറിയാമല്ലോ, ഗ്യാപ്പൊന്നും ഇല്ലാതെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. രണ്ടും കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ. ഈ സ്റ്റിച്ചും നമുക്ക് ലോ ബഡ്ജറ്റ് ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സിമ്പിൾ ഡിസൈൻ സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നവർക്കോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയമില്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴത്തെ ലൈൻ എവിടെയാണോ എൻഡ് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ മുകളിലത്തെ ലൈനിൻ്റെ എൻഡ് നോട്ട് ചെയ്യണം. ഇനി വൈ ടൈപ്പിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് സ്റ്റോൺസ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ബീഡ്സ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാത്തത് കൊണ്ടാണ് കേട്ടോ ബീഡ്സ് ആഡ് ചെയ്ത് കാണിക്കാത്തത്. ഇവിടെ സെൻറ്ററിൽ ഈ ഒരു സ്റ്റോൺസിന് പകരം നമ്മൾ ചോക്ലേറ്റ് സ്റ്റിച്ചിലൊക്കെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തില്ലേ 2 3 ലെയറായിട്ടൊക്കെ, അപ്പോൾ അതുപോലെ 2 3 എണ്ണമൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ വൈയുടെ എൻഡിങ്ങിലൊക്കെ നമുക്ക് വേണമെങ്കിൽ 2 ബീഡ്സ് വെച്ച് സിക്സാക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സെമി സർക്കിൾ ഗോൾഡൻ ബീഡാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ആ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡിസൈൻ ചെയ്യാം. ഞാനൊരു സിമ്പിൾ മെത്തേഡിൽ ഡിസൈൻ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചിൽ ഈ ഒരു 3 മെത്തേഡ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഡബിൾ ചെയ്ത് കാണിച്ച പോലെ സ്റ്റോൺസ് ഒന്നും വെച്ച് ഡെക്കറേഷൻ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഡെക്കറേറ്റ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റിച്ചിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൺലൈൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്